കർക്കിടക മാസമാണ്. കർക്കിടകം ഭക്തിയും ആരോഗ്യവും ഒക്കെ വീണ്ടെടുക്കേണ്ട സമയമാണ്. കർക്കിടകം രാമായണ പാരായണത്തിനൊപ്പം ആരോഗ്യ സംരക്ഷണത്തിൻ്റെ മാസം കൂടിയാകുന്നു. അതുകൊണ്ട് തന്നെ കർക്കിടക മാസത്തിൽ ചെയ്യുന്ന ദേഹരക്ഷ വർഷം മുഴുവൻ ആരോഗ്യത്തിന് സംരക്ഷണമേകുമെന്നാണ് ആയുർവേദം വ്യക്തമാക്കുന്നത്. കർക്കിടക ദേഹരക്ഷയിൽ പ്രഥമ സ്ഥാനം ഔഷധക്കഞ്ഞിക്ക് തന്നെ. തൃപ്പൂണിത്തുറ ആയുർവേദ കോളേജിലെ മരുന്നു നിർമ്മാണ കേന്ദ്രത്തിൽ തയ്യാറാകുന്നത് കർക്കിടക ഔഷധക്കഞ്ഞി. മുക്കുറ്റി, കറുക, തിരുതാളി അടക്കം ദശപുഷ്പങ്ങളും വാതഹരങ്ങളായ കുറുന്തോട്ടി, കരുന്നെച്ചി എന്നിവയുടെയെല്ലാം സത്ത കലക്കിയ വെള്ളത്തിലാണ് ഞവരയരിയും ഉലുവയും വേവിച്ച് കഞ്ഞി തയ്യാറാക്കുന്നത്. സസ്യങ്ങൾക്ക് ഔഷധഗുണം കൂടുന്ന മാസം കൂടിയാണ് കർക്കിടകം. അതിനാലാണ് ഇത്രയധികം സസ്യങ്ങളുടെ സത്ത് കലർത്തുന്നത്. ദഹനശക്തി വർദ്ധിപ്പിക്കാൻ ഇതിലും വലിയ ഔഷധമില്ല. പൊതുവേ അഗ്നിബലം, നമ്മുടെ ഡൈജസ്റ്റീവ് പവർ ഏറ്റവും കുറഞ്ഞിരിക്കുന്ന സമയം. അപ്പോൾ അഗ്നിബലം വർദ്ധിപ്പിക്കാനും അതിന് പറ്റിയ ഔഷധങ്ങൾ ചേർത്തുള്ള ഔഷധക്കഞ്ഞിയും മറ്റ് കുടിക്കാനുള്ള വെള്ളം, ചുക്കും അല്ലെ ഞങ്ങൾ പറയും ഷഡംഗം, ഇതൊക്കെ ചേർത്തുള്ള വെള്ളം കുടിക്കാനും. അപ്പോൾ അഗ്നി നമ്മുടെ ആ ഡൈജസ്റ്റീവ് പവർ നല്ല രീതിയിലുണ്ടാവും. അതിനാണ് പ്രധാനം ഒരു പങ്ക് കൊടുക്കുന്നത്. പിന്നെ ശരീരത്തിൽ അടിഞ്ഞുകൂടിയ ദോഷങ്ങളെ കളയാനുള്ള ശോധന ചികിത്സകൾ, പഞ്ചകർമ്മങ്ങളൊക്കെ അതിൽ വരുന്നതാണ്. വീടുകളിലും ഔഷധക്കഞ്ഞി തയ്യാറാക്കാം. ഒരു 4-5 പേര് ഉള്ള വീട്ടിലേക്കാണെങ്കിൽ കുറച്ച് ഒരു 100 ഗ്രാമൊക്കെ തന്നെ മതി. പച്ച ഇലകൾ അത് ചതച്ച് പിഴിഞ്ഞ് നീരെടുക്കുക. അതിലേക്ക് അരി, ഞവരരി കഴുകി മണ്ണൊന്നുമില്ലാതെ വൃത്തിയായിട്ട് ഇട്ട് അതിൻ്റെ ഒപ്പം ഉലുവയും ആശാളിയൊക്കെ ചേർത്ത് വേവിക്കുക. വെന്ത് വരുമ്പോഴേക്കും തേങ്ങയും ആറ്റുപെട്ട്, ചങ്ങലമ്പരണ്ട, ജീരകം ഇതൊക്കെ അരച്ച് ചേർക്കുകയാണ് സാധാരണ ചെയ്യുന്നത്. പിന്നെ നെയ്യ് ചേർത്തും കഴിക്കാവുന്നതാണ്. എന്ന് പറഞ്ഞാൽ കുറച്ച് ശരീരത്തിന് സ്നിഗ്ധത കിട്ടുന്നതിന് വേണ്ടിയിട്ട്. മധുരം ചേർത്ത് കഴിക്കണമെന്നുള്ളവർക്ക് ശർക്കരയൊക്കെ ചേർത്തും കഴിക്കാവുന്നതാണ്. ദഹനശേഷി വർദ്ധിപ്പിച്ച് പൂർവ്വകർമ്മം നടത്തിയ ശേഷമാണ് കർക്കിടകത്തിലെ പഞ്ചകർമ്മ ചികിത്സ തുടങ്ങേണ്ടത്. രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും കർക്കിടക മാസത്തിലെ ചികിത്സകൾ ഉത്തമം. രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിന് തന്നെയാണ് അഗ്നിബലം വർദ്ധിപ്പിക്കുക എന്ന് പറയുന്നത് തന്നെ നമ്മുടെ രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുക എന്നാണ് ഒരു തരത്തിൽ പറഞ്ഞാൽ. എന്ന് പറഞ്ഞാൽ അഗ്നി എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തെ ദഹിപ്പിക്കുക എന്ന് മാത്രമല്ല, നമ്മുടെ ശരീരം 7 ധാതുക്കളെ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ആ ഓരോ ധാതുവും പരിണമിച്ച്, ഇപ്പോൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് ആദ്യം രസം എന്നുള്ളൊരു ധാതു ഉണ്ടാകുന്നതായിട്ടാണ് ആയുർവേദം പറയുന്നത്. അതിൽ നിന്നാണ് പിന്നെ രക്തം, പിന്നെ മാംസം, മേധസ്, അസ്ഥി, മജ്ജ, ശുക്രം, ഇങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ ആ ഓരോ ധാതുവും പരിണമിച്ച് അടുത്ത ധാതു ആവാനുള്ള അഗ്നി അതുണ്ടാവണം. അതില്ലെങ്കിലാണ് ഓരോരുത്തർ ഇത് കഴിയുമ്പോൾ അസ്ഥിക്ഷയം, അസ്ഥി തേയ്മാനം ഒക്കെ വരണം. ആ വേണ്ട പരിണാമം അവിടെ നടക്കാതെ വരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്യാൻ ഇങ്ങനെയുള്ള കർക്കിടക ചികിത്സകൾ ഉപകരിക്കും. കർക്കിടക ചികിത്സാ ബോധവൽക്കരണത്തിന്റെ ഭാഗമായാണ് പുറമേ നിന്നെത്തുന്നവർക്കും കർക്കിടക ഔഷധക്കഞ്ഞി ലഭ്യമാക്കാൻ തൃപ്പൂണിത്തുറ ആയുർവേദ കോളേജ് അധികൃതർ തീരുമാനിച്ചത്. കർക്കിടക മാസം മുഴുവൻ ഉച്ചയ്ക്ക് 1 മണിയോടെ ഇവിടെ എത്തുന്നവർക്ക് ഈ ഔഷധക്കഞ്ഞിയുടെ രുചിയും ഗുണവും അനുഭവിച്ചറിയാം. ക്യാമറമാൻ JG മാത്യുവിനൊപ്പം ആശാ ജാവേദ്, മനോരമ ന്യൂസ്, കൊച്ചി.